അതിഗംഭീരമായ മറുപടിയാണ്. അവിടെയാണ് നമ്മൾ പലപ്പോഴും വില്ലനായിട്ട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആളായിട്ടാണല്ലോ ഭഗവാനെ തെറ്റിദ്ധരിക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴല്ല നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവുന്നത്. ഭഗവാനെ, നീ കൊന്നിട്ടുള്ളത് രാക്ഷസന്മാരെയാണ്, നീ കൊന്നിട്ടുള്ളത് ദുഷ്ടന്മാരെയാണ്, നീ കൊന്നിട്ടുള്ളത് കൊല്ലപ്പെടേണ്ടവരാണ്. പക്ഷെ നീ എന്നോട് കൊല്ലാൻ പറയുന്നത് എൻ്റെ ഗുരുവിനെയാണ്. ഇപ്പോഴും ഒരു വിഭാഗം ആൾക്കാർ മഹാഭാരതത്തിലെ വില്ലൻ തന്നെ കൃഷ്ണനാണെന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവർക്ക് എന്താണ് അങ്ങനെ തോന്നാൻ കാരണം ഉണ്ടായിട്ടുണ്ടാവുക എന്ന് സാറിന് തോന്നുന്നത് എന്താ? നമുക്കിതിന് മറുപടി 2-ാം അധ്യായത്തിൽ, സാഖ്യയോഗമാണ് 2-ാം അധ്യായം ഭഗവത്ഗീതയിൽ, അതിൽ 4-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിൽ അർജുനൻ ഭഗവാനെ വിളിക്കുന്നത് ഹേ മധുസൂദന എന്നാണ്. മധുസൂദന, മധു എന്ന് പറഞ്ഞ രാക്ഷസനെ കൊന്നവനെ, ഭഗവാനെ കൃഷ്ണ എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അർജുനൻ ഉദ്ദേശിക്കുന്നത്, നീ കൊന്നിട്ടുള്ളത് ഭഗവാനെ, നീ കൊന്നിട്ടുള്ളത് രാക്ഷസന്മാരെയാണ്, നീ കൊന്നിട്ടുള്ളത് ദുഷ്ടന്മാരെയാണ്, നീ കൊന്നിട്ടുള്ളത് കൊല്ലപ്പെടേണ്ടവരാണ്. പക്ഷെ നീ എന്നോട് കൊല്ലാൻ പറയുന്നത് എൻ്റെ ഗുരുവിനെയാണ്. പൂജാർഹരാണ് അവര്, എൻ്റെ പിതാമഹനെയാണ്, പൂജിക്കേണ്ടവരാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കൃഷ്ണ, എൻ്റെ പിതാമഹൻ അദ്ദേഹത്തിൻ്റെ മടിയിലിരുത്തിയിട്ട് എനിക്ക് കഥകൾ പറഞ്ഞു തരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ കണ്ണുകളിലെ വാത്സല്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോഴും ആ ശത്രുപക്ഷത്ത് നിൽക്കുമ്പോൾ പോലും ആ കണ്ണിലെ വാത്സല്യം ഞാൻ കാണുകയാണ്. അത്ര സ്നേഹത്തോടെ, അത്ര കരുതലോടുകൂടി എന്നെ നോക്കിയിട്ടുള്ള എൻ്റെ സ്വന്തം പിതാമഹനെയാണ് നീ കൊല്ലാൻ പറയുന്നത്. ഹേ മധുസൂദന, രാക്ഷസനെ കൊന്നവനെ, ശത്രുക്കളെ കൊന്നവനെ, നീ എന്നോട് പറയുന്നത് എൻ്റെ ഗുരുവിനെ കൊല്ലാനാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ കയ്യിലേക്ക് ആദ്യം അസ്ത്രം എടുത്തു തരുന്നത്, ആദ്യമായിട്ട് എന്നെ അസ്ത്രവിദ്യ അഭ്യസിപ്പിച്ചത്, എൻ്റെ ഓരോ വിജയത്തിലും അദ്ദേഹം അഭിമാനിച്ചിട്ടുള്ളത്, എൻ്റെ ഓരോ വിജയത്തിലും എന്നേക്കാൾ കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ഗുരുവിനെയാണ് ഹേ മധുസൂദന എന്നോട് കൊല്ലാൻ പറയുന്നത്. അവർ പൂജിക്കപ്പെടേണ്ടവരാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവർക്ക് നേരെ പൂക്കൾ പോലും അറിയാൻ പാടില്ല, പൂക്കൾ അവരുടെ കാലിലിടാനേ പാടുള്ളൂ. അവർക്ക് നേരെയാണ് നീ എന്നോട് അസ്ത്രം അയക്കാൻ പറയുന്നത്. ഹേ മധുസൂദന, ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഞാൻ എങ്ങനെയാണ് അവരെ കൊല്ലുന്നത്? അത് ഒരു വലിയ പാപമല്ലേ എന്നുള്ള രീതിയിലാണ് അത് അടുത്തുള്ള ശ്ലോകങ്ങളൊക്കെ പോണതാണ്. അതിന് ഭഗവാന്റെ മറുപടി അതിഗംഭീരമായ മറുപടിയാണ്. അവിടെയാണ് നമ്മൾ എങ്ങനെയാണ് ഈ വില്ലനായിട്ട് ഭഗവാനെ തെറ്റിദ്ധരിക്കണം എന്നുള്ളതിൻ്റെ ഒരു, പലപ്പോഴും വില്ലനായിട്ട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആളായിട്ടാണല്ലോ ഭഗവാനെ തെറ്റിദ്ധരിക്കുന്നത്. അതിനുള്ള ഒരു മറുപടിയിൽ വരുന്നത് യുദ്ധം മാത്രമല്ല, കുതന്ത്രങ്ങളൊക്കെ ഉണ്ട്, ടാക്ടിക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് ഈ ചോദ്യത്തിന് ഒരു ചെറിയ മറുപടി എനിക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്, നമുക്ക് അർജുനനൊരു ഭയങ്കര കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. അർജുൻ പല രീതിയിലുള്ള കൺഫ്യൂഷനിൽ, ഒരു റോളിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരു റോളിന്റെ കൺഫ്യൂഷൻ വരാറുണ്ട്. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ എന്നെ കണക്ക് പഠിപ്പിച്ച മാഷ് നന്നായിട്ട് കണക്ക് പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ 10ാം ക്ലാസ് പാസ്സായെന്ന് വിചാരിക്കുക. ആ കണക്ക് മാഷിന്റെ ഒരു ഗുണം കൊണ്ടാണ് ഞാൻ 10ാം ക്ലാസ് പാസ്സായെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ കണക്ക് മാഷ് എന്നെ അത്രയധികം ഭംഗിയായിട്ട് എന്നെ കണക്ക് പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ കണക്ക് പാസ്സായത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോടൊരു വിധേയത്വമുണ്ട്, അദ്ദേഹത്തിനോടൊരു ബഹുമാനമുണ്ട്, അദ്ദേഹത്തിനോട് എനിക്കൊരു കടപ്പാടുണ്ട്. എൻ്റെ കണക്ക് മാഷിനോട്. അപ്പോൾ എൻ്റെ കണക്ക് മാഷ് ഒരു ദിവസം എൻ്റെ അയൽവാസിയായിട്ട് വരികയാണ് വിചാരിക്കുക. എൻ്റെ വീടിൻ്റെ അയൽവാസിയായിട്ട് അയാൾ സ്ഥലം വാങ്ങിക്കുകയാണ്, വീട് വെക്കുകയാണ്. എന്നിട്ട് ഈ കണക്ക് മാഷ് എൻ്റെ പതിയെ എൻ്റെ സ്ഥലം കയ്യേറി വരികയാണ്. പക്ഷെ എനിക്ക് ഈ ആളോടാണെങ്കിൽ എന്തുണ്ട്, തീരാത്ത കടപ്പാടുണ്ട്, ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്താലും ഞാൻ നമസ്കാരം സാർ, ഗുഡ് മോർണിംഗ് സാർ, ഹാജർ സാർ എന്ന് പറഞ്ഞിട്ട് ആ ബഹുമാനം ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന എന്താ സംഭവിക്കുക, ഇയാൾ കയ്യേറി അവസാനം എനിക്ക് എൻ്റെ വീടും എൻ്റെ കുടുംബവും തന്നെ. അപ്പം എൻ്റെ ഭാര്യ എന്നോട് പറയുന്നുണ്ട്, മാഷ് ആള് ശരിയല്ല കേട്ടോ, അപ്പോൾ നീ എങ്ങനെ പറയല്ലേ, അയാൾ ആദരിക്കപ്പെടേണ്ട ആളാണ്, അയാൾ കാരണമാണ് എനിക്കിപ്പോൾ ഈ പാസ്സാവാൻ സാധിച്ചത്, അയാൾ കാരണമാണ് എനിക്ക് ഈ ജോലിയൊക്കെ കിട്ടിയത്. പക്ഷെ ആ റോള് കഴിഞ്ഞു ഇല്ലേ, ആ ഗുരു ഇപ്പം ഇല്ല, ആ ശിഷ്യനും ഇപ്പം ഇല്ല. ഇപ്പം അയാൾ അയൽവാസി, മോശക്കാരനായിട്ടുള്ള ഒരു അയൽവാസിയും നിങ്ങൾ അയാളുടെ ദുരിതം അനുഭവിക്കുന്ന ഒരു അയൽവാസിയാണ്. സിറ്റുവേഷൻ മാറുമ്പോൾ നമ്മുടെ റോള് മാറുന്നു, നമ്മളുടെ എക്സ്പ്രഷനും മാറണം. അല്ലെ, കറക്റ്റ് അല്ലേ സ്വർണ്ണം? ഒരാൾ നമ്മളോട് ടഫ് ആവുമ്പോൾ ഒരു ടഫ് ആവേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വരും. ഒരാൾ നമ്മളോട് ഫ്രണ്ട്ലി ആവുന്ന സിറ്റുവേഷൻ നമുക്ക് വരും. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ റോള് മാറുന്നതനുസരിച്ചിട്ട് നമ്മുടെ എക്സ്പ്രഷനും മാറുന്നുണ്ട്. ഇവിടെ അർജുനന് സംഭവിക്കുന്നത്, സിറ്റുവേഷൻ മാറിയൊരു ബോധം അർജുനന് വരുന്നില്ല. ഗുരു അല്ല, ഇപ്പൊ ശത്രുവിന്റെ സ്ഥാനത്താണ് നിൽക്കണം എന്നുള്ളത് ആ ബോധം വരുന്നില്ല. അപ്പൊ അവിടെ യുദ്ധം ചെയ്തേ പറ്റൂ. ഇവിടെ നോക്ക്, ഈ യുദ്ധം അർജുനൻ ചെയ്തില്ലെങ്കിൽ കൗരവരൊരു നല്ല രാജാക്കന്മാരല്ല. അവർ ജയിച്ചാൽ ഒരുപാട് ജനങ്ങൾ ആ ദുർഭരണം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന്. പിന്നെ ഈ ധർമ്മത്തിനെതിരെ, അത് വലിയ സബ്ജക്റ്റാണ്. ഇവിടെ നമ്മൾ ഭഗവാൻ
യുദ്ധം ചെയ്യൂ എന്ന് പറയുന്നത് നീ കർമ്മം ചെയ്യൂ എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? കൺഫ്യൂഷൻ മാറ്റിയിട്ട് നീ കർമ്മം ചെയ്യൂ, സങ്കടം മാറ്റിയിട്ട് നീ കർമ്മം ചെയ്യൂ, നീ ആക്ഷനിലേക്ക് വരൂ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അർജുനന്റെ ജോലി വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നീ കർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞാൽ നീ ബാങ്കിൽ പോകുന്നാവാം, നീ കർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞാൽ നീ ബിസിനസ് ചെയ്യുന്നാവാം. പക്ഷെ അർജുനന്റെ കർമ്മം യുദ്ധം ചെയ്യലായതുകൊണ്ട് അവിടെ നീ യുദ്ധം ചെയ്യുന്നു എന്ന് പറയണം. അപ്പോൾ ഭഗവാൻ നമ്മളോട് പറയുന്നത് കർമ്മം ചെയ്യുന്നതാണ്. നീ പല കാരണങ്ങൾ കൊണ്ട് കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നത് യു ഡു യുവർ ജോബ്, യു ടേക്ക് യുവർ റെസ്പോൺസിബിലിറ്റി. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എക്സ്ക്യൂസുകൾ പറയുന്ന ആൾക്കാരാണ്, അല്ലേ? കറക്റ്റ് അല്ലേ സ്വർണ്ണം? അപ്പൊ ഇവിടെയും ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഒരു വലിയ ഉത്തരവാദിത്തത്തിൽ നിന്ന് അർജുനൻ മാറി നിൽക്കുമ്പോൾ നീ ഇപ്പൊ മാറി നിൽക്കേണ്ട സമയമല്ല. നീ നിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിന്നാൽ ഒരുപാട് പേര് സഫർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നീ കർമ്മം ചെയ്യൂ. അല്ലാണ്ട് ഒരു നീച പ്രവൃത്തിക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ആളായിട്ട് ഭഗവാൻ ഒരിക്കലും നമ്മൾ കണക്കാക്കാൻ പറ്റില്ല. അഭിമന്യുവിന്റെ കാര്യത്തിലായാലും അഭിമന്യുവിന് ചക്രവ്യൂഹത്തിലേക്ക് പ്രവേശിക്കാൻ മാത്രമേ അറിയുള്ളായിരുന്നു, അവിടെ എങ്ങനെ പുറത്ത് കടക്കണം എന്നറിയില്ലായിരുന്നു. അപ്പൊ അതും ശരിക്കും അവിടെ ഒരു ഭയങ്കര സാക്രിഫൈസ് അഭിമന്യു നടത്താണ്. അഭിമന്യുവിനെ അറിയാം എനിക്ക് ഇതിൽ നിന്ന് തിരിച്ചു കയറാൻ സാധിക്കില്ല എന്ന്. പക്ഷെ അഭിമന്യു എന്ന് പറഞ്ഞാൽ ഈ ക്ഷത്രിയരുടെ ഒരു ക്വാളിറ്റി എന്താണെന്നറിയോ? അവർക്ക് യുദ്ധം ഒരു ഗെയിം പോലെയാണ്, അവർക്ക് യുദ്ധം ഒരു സ്പോർട്ട് പോലെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രൈഡാണ്. മനസ്സിലാവുന്നുണ്ട്? വീരസ്വർഗം പ്രാപിക്കുക എന്നാണ് അതിനെ പറയുന്നത്. അവർ ദേ ആർ ബോൺ ടു ഫൈറ്റ്, അവർ വാരിയേഴ്സ് ആണ്, അവർക്ക് അത് ചെയ്തേ പറ്റൂ. അപ്പോൾ ഒരു വലിയ ഗ്രൂപ്പിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഒരു രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആർമി ചെയ്യണം എന്താണ്? നമ്മുടെ ബോർഡറിലുള്ള ആർമി ചെയ്യണത് പലപ്പോഴും ഒരു രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അഭിമന്യുവിനെ സംബന്ധിച്ചിടത്തോളം അഭിമന്യുവിനെ അറിയാം അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ എനിക്കറിയുള്ളൂ, ഇറങ്ങാൻ എനിക്കറിയില്ല, ഞാൻ ട്രാപ്പ് ആവാൻ എന്നുള്ള കാര്യമൊക്കെ അറിയാം. പക്ഷെ അവിടെ അത്ര ആൾക്കാരെങ്കിലും പോയിട്ട് കൊന്നാൽ അത്രയും തൻ്റെ സൈന്യത്തിന് സപ്പോർട്ടീവ് ആവും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവിടെ വരുന്നത്. അതൊരു സൈനികന്റെ ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ നമുക്ക് കൃഷ്ണൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇവിടെ പെർഫെക്ഷൻ എന്നുള്ളൊരു വാക്കല്ല. വാട്ട് എവർ യു ആർ ഡൂയിങ് ഇറ്റ് 100%. അതാണ് നമ്മൾ നോക്കേണ്ടത്. എന്ത് കാര്യം ചെയ്യേണ്ടത് നമ്മൾ 100% ഇൻവോൾവ്മെന്റിൽ ചെയ്യാന്ന് ഭഗവാന്റെ ഏറ്റവും വലിയ മെസ്സേജ് അതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം 100% ചെയ്യുക, എന്നാൽ അതിനോട് അറ്റാച്ച്ഡ് ആവാതിരിക്കുക. നമ്മളുടെ പ്രശ്നം എന്താ അറിയോ? നമ്മൾ എന്ത് ചെയ്യുന്ന കാര്യങ്ങളോട് നമുക്കൊരു ബോണ്ടേജ് വരാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് അതിനോടൊരു അറ്റാച്ച്മെന്റ് വരാറുണ്ട്. ഈ അറ്റാച്ച്മെന്റ് ആണ് പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്നത്. എല്ലാത്തിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. കുടുംബത്തിനോട് അറ്റാച്ച്മെന്റ്, ജോലിനോട് അറ്റാച്ച്മെന്റ്, ഇങ്ങനെ പലതിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ പ്രവൃത്തി ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കുന്നില്ല. നമ്മൾ പിന്നീട് ഉണ്ടാവുന്ന ഒരു മാനസികമായിട്ട് അതിനോടുണ്ടാകുന്ന ഒരു ബന്ധനം ഉണ്ടല്ലോ, ആ ബന്ധനമാണ് പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുക. അപ്പോൾ ബന്ധനമില്ലാതെ പ്രവർത്തിക്കലാണ് ആത്മീയത എന്ന് പറയുന്നത്. ഫ്രീ ആയിട്ട് പ്രവർത്തിക്കുക, ഒരു ബന്ധനത്തിലും കുടുങ്ങാതെ എല്ലാത്തിലൂടെയും കടന്നു പോകാൻ എന്നുള്ള, അങ്ങനെ ഒരു ബന്ധനവും ഇല്ലാതെ എല്ലാത്തിലൂടെയും കടന്നു പോകുന്ന ആളാണ് ഭഗവാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഭഗവാനെ കുറിച്ച് പറയുന്ന ഒരു കഥകളിൽ ഒന്നാണ് ഗോപികമാർക്ക് ഏറ്റവും അധികം അസൂയ രാധയോടായിരുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ രാധയ്ക്ക് ഒരാളോട് വലിയ അസൂയായിരുന്നു. എല്ലാവർക്കും രാധയോട് അസൂയാണ്, പക്ഷെ രാധയ്ക്ക് ഒരാളോട് വലിയ അസൂയായിരുന്നു. അപ്പൊ ആരാണെന്ന് ചോദിക്കുക? അല്ലല്ല, കൃഷ്ണനോട് അസൂയ ഉണ്ടാവില്ല. കൃഷ്ണനോട് പ്രേമമുള്ളൂ രാധയ്ക്ക്. അപ്പോൾ രാധയ്ക്ക് അസൂയ മുഴുവനും കൃഷ്ണന്റെ കയ്യിലുള്ള ഓടക്കുഴലിനോടായിരുന്നു എന്നാ പറയുന്നത്. അപ്പോൾ ഓടക്കുഴൽ എപ്പോഴും ചുണ്ടോട് ചേർത്ത് വെക്കുന്നതുകൊണ്ട്, എപ്പോഴും അടുത്ത് നിർത്തുന്നതുകൊണ്ട് എനിക്ക് ആ ഓടക്കുഴലാവാൻ സാധിച്ചില്ലല്ലോ, എന്നെക്കാൾ കൂടുതൽ ഭഗവാൻ ഇഷ്ടം ഓടക്കുഴലിനോടാണല്ലോ എന്നുള്ളതാണ് അവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത്. ഓടക്കുഴലിനോട് അടുപ്പം ഭഗവാന് അല്ലെങ്കിൽ രാധക്ക് അസൂയ വരാൻ കാരണം അതാണെന്നാണ്. ആക്ച്വലി ഇതിനൊരു ഗംഭീര മെസ്സേജാണ്. ഈ ഓടക്കുഴൽ ഒരു വലിയ മെസ്സേജാണ്. ഓടക്കുഴൽ എന്ന് പറഞ്ഞ സംഗതി കണ്ടിട്ടില്ലേ? അത് ഹോളോ ആൻഡ് എംപ്റ്റി ആണ്, അല്ലേ? അത് പൊള്ളയും ശൂന്യമാണ്, അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. അപ്പോൾ നമ്മളുടെ മനസ്സ് ഇങ്ങനെ ഹോളോ ആൻഡ് എംപ്റ്റി എപ്പോൾ ആവുന്നു, അതായത് ഈ കാമം ക്രോധം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. കാമം ക്രോധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് വെറുപ്പ്. നോക്ക്, എപ്പോഴും ആഗ്രഹങ്ങളാണ് ക്രോധമായി മാറുന്നത്. വെറുപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യമായി മാറുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ എനിക്കൊരു സംഗതി വേണം, ആഗ്രഹിക്കുകയാണ് ഞാൻ, അതിന് നിങ്ങൾ തടസ്സം നിന്നാൽ എനിക്ക് നിങ്ങളോട് വിരോധമായി. അപ്പോൾ കാമമാണ് എപ്പോഴും എന്തായി മാറുന്നത്? ക്രോധമായി മാറുന്നത്. ഈ കാമവും ക്രോധവും ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട് നമുക്ക്, നല്ല ശാന്തമായ ആനന്ദിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയാണ് ഈ ഓടക്കുഴലിന്റെ അവസ്ഥ, പൊള്ളയും ശൂന്യമായ അവസ്ഥ. ആ അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഭഗവാൻ നമ്മളോട് കൂടുതൽ അടുക്കുകയാണ്, പ്രകൃതി നമ്മളോട് കൂടുതൽ അടുക്കുകയാണ്. അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണത്രേ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നത്.
അല്ലാണ്ട് നമ്മളുടെ ചിന്ത അത്, നമ്മളുടെ ബുദ്ധി ഇങ്ങനെ ഒരുപാട് ടെൻഷൻ, വേറെ കുറെ ആലോചന, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴല്ല നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവുന്നത്. നമ്മളുടെ പ്രാർത്ഥനയിൽ എപ്പോഴാണോ അത്രയും സറണ്ടറിങ് ഉണ്ടാവുന്നത്, അത്രയും പൊള്ളയും ശൂന്യവുമായ, അതായത് ഒരു ആഗ്രഹം പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് വാസ്തവത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സർവം അവിടേക്ക് സമർപ്പിക്കുന്നത്. അതെ അതെ. താങ്ക് യു സർ. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല. സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ലഭിക്കും. നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി 75 പേജുകൾ അടങ്ങിയ ജാതകം, നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ 250 രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യുക.